ഹായ് ഗെയ്സ്, വീണ്ടും ഞാൻ വന്നു തക്കട് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ്. തക്കട് ഇവിടെ റെഡി ആയിട്ട് നിന്നതെന്ന് വെച്ചാൽ തക്കടിൻ്റെ അംഗനവാടിയിൽ ഇന്ന് ഓണപ്പരിപാടിയാണ്. അതുകൊണ്ട് സെറ്റ് പാവാടും ബ്ലൗസ് ഇട്ടിട്ട് തക്കട് സുന്ദരിയായിട്ട് നിന്നിട്ടുണ്ട്. തക്കട് ഞാൻ പറഞ്ഞു ഹലോ ഗെയ്സ് എന്ന് പറയുമ്പോൾ അവൾ പറയുന്നില്ല, ഗെയ്സ് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും സച്ചോട്ടനും തക്കടും പൂ വാങ്ങാൻ പോകാനുണ്ട്. അംഗനവാടിയിൽ കുറച്ച് പൂ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തക്കടിനോട്. അപ്പോൾ തക്കടിന് ഒരു പൂവും കായും പിന്നെ എന്താ വാങ്ങാൻ നോക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സച്ചോട്ടനെ പണീൻ്റെ ഇടയിൽ ഞാൻ പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുവന്നത്. ഞങ്ങൾ പൂ വാങ്ങി തക്കടിനെ കൊടുത്ത് നമുക്ക് ഭയങ്കര സന്തോഷം വെച്ചാൽ അങ്ങനെ ഒന്നാമത്തെ മീന് പോകാത്ത ഒന്നാണ് തക്കടും. പക്ഷെ ഇങ്ങനത്തെ പിള്ളേരെല്ലാം കൂടെ എടാ കൊടുത്തോ കസാല ഞാൻ കൊണ്ടുവരാം. അങ്ങനെ ഗെയ്സ് ഞങ്ങൾ അവസാനമല്ല സ്റ്റാർട്ടായതേ ഉള്ളൂ. അങ്ങനെ പൂവിടാൻ തുടങ്ങി. നമുക്ക് ശരിക്കും എങ്ങനെ ഇടണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഇങ്ങനെ എല്ലായിട്ട് ഇട്ട് പിന്നെ ടീച്ചർ വന്നു. ടീച്ചർ ഞങ്ങളത് കൂടി പിന്നെ പിള്ളേർ പിന്നെ പറയണ്ടേ വേണ്ട ഇടയിലും ടാലൻ്റ് ബാക്കുന്നെല്ലാം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടീച്ചർ പറഞ്ഞു നിങ്ങൾ ഇരിക്കും മക്കളേന്ന് പറഞ്ഞിട്ട് ഓരോ കൊണ്ട് കസലിപ്പിച്ചിട്ട് ഇതാക്കുന്നുണ്ട്. പിന്നെ തക്കുമ്പോൾ എന്തെങ്കിലും ഇരിക്കാനൊന്നും പോകുന്നില്ല. ഓളെ എൻ്റെ ഒക്കെ തന്നെ ഉണ്ടായിന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിള്ളേരെല്ലാം വന്നിട്ട് ഇടയിൽ പൂവൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ ഏച്ചി വന്ന് അങ്ങനെ കുറച്ച് അമ്മമാരെല്ലാം വന്നിട്ട് പൂവിനൊക്കെ ഇതാക്കുന്നുണ്ട്, കളിക്കുന്നല്ല നമ്മളൊക്കെ ഇടുന്നുണ്ടായിന്. പിന്നെ പിള്ളേർ അലമ്പാക്കുന്നത് കൊണ്ട് ടീച്ചർ പറഞ്ഞ് നമുക്കൊരു ഗെയിം കളിക്കുക. അപ്പോൾ ഓണപ്പരിപാടിയായിട്ട് പിള്ളേർക്കൊരു ഗെയിംസ് വെച്ചിരുന്നു ടീച്ചർ. ഈ ബോളിങ്ങനെ പാസ്സാക്കുന്നത്, പിന്നെ ചട്ടി പൊട്ടിക്കുന്നത്, കസലക്കളി, അങ്ങനെ കുറച്ച് തവളച്ചാട്ടം, അങ്ങനെ ഏകദേശം കുറച്ച് ഗെയിംസ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ജയിച്ചെങ്കിൽ സമ്മാനമൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മൾ ഒരു കുട്ടിക്ക് സമ്മാനം കൊടുത്തെങ്കിൽ പിന്നെ ബാക്കി പിള്ളേർ എന്തെങ്കിലും കരയുന്നു കൊണ്ട് ഞങ്ങൾ സമ്മാനം അങ്ങനെ ആർക്കും കൊടുത്തിട്ട് വന്നില്ല. ജസ്റ്റ് ഒരു പിള്ളേർക്ക് വേണ്ടിയിട്ടൊരു എൻജോയ്മെൻറ്റ്, അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഗെയിം കളിച്ചു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു വെച്ചാൽ ഗെയിംസ് പറയേണ്ട വേണ്ട രക്ഷയില്ല. ഒന്നാമത്തെ കസല കളിയിൽ ഒരു ഇരിക്കുമ്പോൾ ഇരിക്കുന്നത് നോക്കണം. യോ ചിരിച്ച് ചത്തിരി ഞാൻ തന്നെ ഇത് രണ്ടുമ്പോൾ തക്കട് നോക്കിയ ഗെയ്സ് തക്കട് എന്തൊക്കെ നോക്കി നിങ്ങൾ പായുന്ന മറ്റേ അമ്മയുടെ പായുന്നില്ല. മോള് മറ്റേ പാട്ട് കേൾക്കുന്നിട്ട് പിന്നെ ഇരുന്നിട്ടായി അങ്ങനെ ഇതാക്കി. പിന്നെ തവളച്ചാട്ടോ അങ്ങനെ ഇതെല്ലാം ഉണ്ടായിന്. കണ്ടപ്പൂ നോക്കി നല്ല രസമായ മനോഹരമായി പോവും. എങ്ങനെയുണ്ട് സൂപ്പറല്ലേ. അപ്പം ഞാൻ അടുക്കളയിൽ പോയിട്ട് അടുക്കള വേറെ കുറേ ചേച്ചിമാർ ഇവർ ആയ അങ്ങനെ കുറേ പേരുണ്ടായിന്. പ്രമിള ചേച്ചിയിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അടുക്കള പായസം കണ്ടാ പായസം വാവും. നമ്മൾ എന്തില്ലേ ഫസ്റ്റ് പായസം എത്തും. അപ്പോൾ എല്ലാം റെഡിയാക്കുന്നുണ്ടായിന്, എല്ലാം സെറ്റാക്കുന്നുണ്ടായിന്. അപ്പോൾ നമ്മൾ വീണ്ടും പോവാ പിള്ളേരെ കളിക്കുക. ഇതാണ് തവളച്ചാട്ടം. അങ്ങനെ അതായിരുന്നു ഫാസ്റ്റായിട്ട് എടുത്ത് തവളച്ചാട്ടം. പിന്നെ പൂസായിട്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് ഇതെല്ലാം ആക്കിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡിൽ കഴിച്ചിട്ടായിരിക്കാണ് ചട്ടി പൊട്ടിക്കൽ അങ്ങനത്തെ മത്സരം ഉണ്ടായിരുന്നു. ചട്ടി പൊട്ടിക്കുന്ന ഫസ്റ്റ് ഞങ്ങൾ 2 ചേച്ചിമാരും പിന്നെ ടീച്ചറെല്ലാം കൂടി പൊട്ടിച്ച് പറയേണ്ട ഒരു ഇതില്ല, ഭയങ്കര പൊളിയായിട്ട്. ഞാൻ രാവിലെ തക്കുടനും വിടാൻ വേണ്ടിയിട്ട് പോയാണ്. പിന്നെ അവിടെ തന്നെ ഞാൻ കുറ്റടിച്ചു. അങ്ങനെ കുറേ നേരം ഉണ്ടായിരുന്നു അവിടെ. 3 മണിക്ക് തക്കുടനെ കൂട്ടിക്കൊണ്ട് ഞാൻ റിട്ടേൺ വന്ന്. അപ്പോൾ നല്ല ഉണ്ടായിരുന്നു ഗെയിംസ് എല്ലായിട്ടും നല്ല ഉണ്ടായിരുന്നു. പിള്ളേരനൊക്കെ അത് കൂടിയിട്ട് പറയുന്നത് വേണ്ട, നമ്മളിതിൻ്റെ ചെറിയ പിള്ളേരായെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഇതായിട്ട് കളിച്ച് ഇതാക്കി പിന്നെ ഫുഡ് കഴിച്ച്. ഫുഡിന് പറയാൻ രക്ഷയില്ല, കുറേ വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു. കുറച്ച് ഏകദേശം ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു വീട്ടിൽ നിന്ന് ഫുഡ് ആക്കിയിട്ട് കൊണ്ടുവന്നെങ്കിൽ നല്ലതായിട്ടെന്ന് പറഞ്ഞ്. അതുകൊണ്ട് കുറേ അമ്മമാർ വീട്ടിൽ നിന്ന് ഫുഡാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഫുഡാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഏകദേശം അത് ഞാൻ കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. ഫുഡ് സൂപ്പർ, രക്ഷയില്ല, പറയണ്ട, സൂപ്പർ ഫുഡായിരുന്നു. പിന്നെ സുന്ദരിക്ക് പൊട്ട് തൊടൽ
അപ്പോൾ ചിത്രം പിടിച്ചിട്ട് എന്തെങ്കിലും പിള്ളേർക്ക് അത് എത്തലാത്തതുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെ ടീച്ചറിനെ സുന്ദരിയാക്കിയിട്ട് ടീച്ചറിനെ പൊട്ട് തൊളിപ്പിക്കുന്ന പോലെ ഞമ്മ അങ്ങനെ കളിച്ചതാണ്. അത് കാണുന്നുണ്ടാവും നിങ്ങൾ. അങ്ങനെ അവസാനമായി നല്ല രസം ടീച്ചറിൻ്റെ ചപ്പട്ടിയിൽ കവിള് ആടെ ഇവർ പൊട്ടിടുന്നുണ്ട്. പിന്നെ ചട്ടി പൊട്ടിക്കൽ പരിപാടി. ചട്ടി പൊട്ടിക്കുന്ന പിള്ളേർക്ക് എത്തത് എങ്ങനെയെല്ലാമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ പ്രമിള ചേച്ചി ചട്ടീനെ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. കുറേ ആളെ ക്യാമറ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ പിള്ളേർ കസൽ വെച്ചിട്ട് മീത്ത കയറിയതുണ്ടായിരുന്നു. നല്ല ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടീച്ചർ പറഞ്ഞു ഇതെന്തെങ്കിലും ചട്ടി പിള്ളേർ കൊണ്ട് പൊട്ടിക്കാനൊന്നും പറ്റുന്നില്ല, അമ്മമാരും കൂടി പൊട്ടിക്കാമെന്ന് പറഞ്ഞ് ലാസ്റ്റ് അമ്മമാരും കൂടിയിട്ട് പൊട്ടിച്ച്. തക്കുമ്മ ചട്ടീനോട് എത്തിക്കാൻ നോക്കുന്നുണ്ട്. തക്കോട് പൊട്ടിച്ചിട്ടാ. തക്കോട് ഞാൻ പൊട്ടിക്കുന്നില്ല, ഞാൻ കണ്ണ് കെട്ടുന്നില്ല, അങ്ങ് കണ്ണ് കെട്ടെങ്കിൽ ഇതാന്നിട്ടോട് പിന്നെ ചട്ടീനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി എല്ലാവരും കൂടി പൊട്ടിച്ചിട്ട് സെറ്റാക്കി വെച്ചു. അങ്ങനെ ഗീസ് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ കുറച്ചുകൂടെ ലേറ്റായി. ഒന്നാമത്തത് വെച്ചാൽ ഞങ്ങൾക്ക് ടൈം ഉണ്ടായിട്ട് എഡിറ്റൊക്കെ ടൈം ഉണ്ടായിട്ട് അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റായത്. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇനി റിട്ടേൺ ഞാൻ എപ്പോൾ വീഡിയോ ഇടുന്നറിയില്ല. വീണ്ടും വരുന്നവരെ ബൈ ബൈ, സീ യു.